അപ്പോൾ ഈ ആണെന്തോ അവിടെ ചെയ്യുന്ന ചിരക്കാണോ അവിടെ പോയിരുന്നു? അവിടെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എത്ര പേർക്കറിയാം? ഇന്ന് ഇന്റർനാഷണൽ മെൻസ് ഡേ ആണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് തോട്ട്സ് ഉണ്ട്. ഞാൻ എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ആണിനെ ഒരു പെണ്ണിനെ എടുക്കുക. രണ്ടുപേരും സെയിം സിറ്റുവേഷനിലാണ്. ആണും തട്ടുകട സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ പെണ്ണും തട്ടുകട തുടങ്ങി. നമ്മുടെ സമൂഹം ഇതിനെങ്ങനെയാണ് കാണുന്നത്? അവൻ പഠിപ്പും വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്തവൻ, ജോലിയും കൂലിയും ഒന്നും ഇല്ല. അവൻ പഠിക്കാൻ പറ്റിയ സമയത്ത് വരെ പഠിച്ചില്ല. അതുകൊണ്ട് ഇപ്പം എന്താ അവൻ തട്ടുകട നടത്തി ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ അവൻ വർക്ക്ഷോപ്പിൽ പോയി പണി ചെയ്യുന്നു. ഇനി ഇത് നേരെ മറിച്ചൊരു പെണ്ണാണ് ചെയ്യുന്നതെങ്കിലോ, അവള് വുമൺ എംപവർമെൻറ്റ്, അവള് ഒരു രക്ഷയില്ലല്ലേ, അവളെന്ത് പവർ തീ, അവളെ സമ്മതിക്കണം. അവൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് തട്ടുകട നടത്തി കുടുംബം നോക്കുന്നില്ല. അപ്പോൾ ഈ ആണെന്തോ ഇവിടെ ചെയ്യുന്ന ചിരക്കാണോ അവിടെ പോയിരുന്നു? അവനും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഈ ഒരേ കാര്യത്തിന് രണ്ട് അഭിപ്രായം വരുന്നത്? ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു തോട്ടാണ് ശരിക്കും മാറേണ്ടത്. ഒരുത്തും ചെയ്യുന്ന ജോലി ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവനും പണിയെടുത്തിട്ട് എന്തെങ്കിലും ജീവിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റാണ് മാറേണ്ടത്. ഇതെങ്ങനെ ഒരേ കാര്യത്തിന് രണ്ട് അഭിപ്രായം വരുന്നത്? ശരിക്കും നിങ്ങൾ ഒരു 25 വയസ്സോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പയ്യൻ്റെ തലച്ചോറ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്ട്രഗിളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്, എന്തുമാത്രം പെയിനാണ് ഉള്ളിൽ ഒതുക്കുന്നത് എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും വീട്ടിലൊക്കെ വന്ന് കയറുന്ന സമയത്ത് ഒരു മനസ്സമാധാനം കൊടുക്കാൻ നോക്കുക. വീട്ടിലും സമാധാനമില്ല, ജോലിയിൽ നിന്നെടുത്തും സമാധാനമില്ല. ശരിക്കും ഒത്തിരി പേരുണ്ട് ഭ്രാന്തെടുത്ത് ജീവിതം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്നവർ. അപ്പോൾ കഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ ബ്രദേഴ്സിനും ഹാപ്പി മെൻസ് ഡേ.